ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ഡിഫറെൻറ്റ് മിക്സ് ആൻഡ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. 2 പീസ് ഉണ്ട്, സിംഗിൾ പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, അങ്ങനെ പല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ആമസോണിൽ നിന്നാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. കളക്ഷൻ കാണുന്നേക്കാളും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ ഫസ്റ്റ് കളർ വെച്ചിട്ടെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ, എവർഗ്രീൻ കളർ. അപ്പോൾ ടോപ്പ് വിത്ത് ബോട്ടം ഇത് 2 പീസിൻ്റെ സെറ്റാണ് വരുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബേസ് വരുന്നത് മൊത്തം ബ്ലാക്ക്, അതിൽ നെക്കിൻ്റെ പോർഷനിലാണ്, നമുക്ക് യോക്കിൻ്റെ പോർഷനിലും നെക്കിൻ്റെ പോർഷനിലൊക്കെ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. എന്ത് രസമല്ലേ. ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്. പിന്നെ അടിയിലത്തെ പോർഷനിലും ഈ ഒരു ഓർഗൻസ മെറ്റീരിയലിൻ്റെ പാച്ച് വർക്ക് ചെയ്തിട്ട് അതിലും ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അടിയിലത്തെ പോർഷൻ വരുമ്പോൾ കുറച്ചിങ്ങനെ ബെല്ലായിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈപ്പായിട്ട് കുറച്ച് ആ ഒരു മോഡലാട്ടോ. പിന്നെ അടിയിലത്തെ പോർഷനിൽ സ്ലീവിൻ്റെ സെയിം ആ ഒരു ഓർഗൻസയുടെ മെറ്റീരിയലിലാണ് ആ ഒരു വർക്ക്, പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലേസിൻ്റെ ഡീറ്റെയിലും ഓവറോൾ വന്നിട്ട് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കുറച്ച് ഡിഫറെൻറ്റ് ലുക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലിൽ വരുന്ന വർക്ക്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പലാസോ വരുന്നതും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. വൺ സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് വേസ്റ്റ് പോർഷനിൽ. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിൻ്റെ അടിയിലത്തെ പോർഷനിൽ ചെറിയൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്കാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് 2 പീസിൻ്റെ ഒരു സെറ്റ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. പിന്നെ നെക്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് വി നെക്കാണ് വരുന്നത്. അത്യാവശ്യം ഒരു പൊടിക്ക് ഇങ്ങനെ ഇറങ്ങിയ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇറങ്ങിയ പോലെ ഫീൽ ചെയ്താലും നമുക്ക് മാജിക് കമറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാൾ മുന്നേ തൊട്ടുള്ളത് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ല പാറ്റേണുള്ള ഡ്രസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ തോന്നുമില്ലല്ലോ. അപ്പോൾ മാജിക് കമറി വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. അത് അടിപൊളി ഒരു കളക്ഷനാണ് വരുന്നത്. സൈസ് വരുന്നത് ലാർജ് പെർഫെക്റ്റ് സൈസാണ് കേട്ടോ. ഇതിന് റേറ്റ് ഇപ്പോൾ ഈ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും ഒക്കെ ഈ 899 ഉള്ളിൽ വരുന്ന കളക്ഷൻസാണ് കേട്ടോ മൊത്തം വരുന്നത്. അത് ഒരെണ്ണത്തിന് മാത്രം 899, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ താഴെയായിട്ടാണ് കണ്ടിട്ട് ഒരു 699 550 ആ ഒരു റേഞ്ചൊക്കെ. അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരെണ്ണം മാത്രമേ റേറ്റ് കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ നോക്കാം നമുക്ക്. അടുത്തത് വരുന്നത് 3 പീസ്. ഇപ്പോൾ 2 പീസ് അല്ലേ കാണിച്ചത്. ഇനിയിപ്പോൾ 3 പീസിൻ്റെ കളക്ഷൻ വെച്ചിട്ട് നോക്കാം. 3 പീസ് വൈൻ ഷെയ്ഡിൽ മൊത്തം. അതിൽ ടോപ്പ് പോർഷൻ നോക്കാം. ടോപ്പ് വരുന്നത് ഇതാ ഓവർ പ്ലെയിൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ യോക്കിൽ വരുന്നത് ഗോൾഡൻ്റെ സെറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്ക് നോക്കുകയാണെങ്കിൽ വി നെക്ക്. ഇപ്പം വി നെക്കൊക്കെ ഭയങ്കര ട്രെൻഡായി തുടങ്ങിയിട്ട്. മറ്റേ ആദ്യമൊക്കെ ആയിരുന്നു റൗണ്ട് നെക്ക്, അധികം ഇപ്പോൾ വി നെക്കാണ് എല്ലായിടത്തും കാണുന്നത്. അതിൽ വർക്ക് ഓവറോൾ വന്നിട്ടുണ്ട്. നല്ല സെറിയുടെ ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ്. സ്ലീവിൽ ഈ ഒരു എൻഡിൽ ചെറിയൊരു കോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് വരുന്നത് ഗോസറിക്ക് ബ്രാൻഡ്. ലാർജ് സൈസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് വരുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് കേട്ടോ വേസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗോസറിക്ക് ബ്രാൻഡിൻ്റെ ഒക്കെ എപ്പോഴും വൺ സൈഡ് പോക്കറ്റ് ഉണ്ടാവും. വൺ സൈഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതാ ഈ പോക്കറ്റ്, 2 സൈഡൊന്നും ഉണ്ടാവില്ല. സ്ട്രെയിറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഷിഫോണിൻ്റെ ദുപ്പട്ട. അതിൽ സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. ഇത് റേറ്റ് വന്നിരിക്കുന്നത് 799 ആണ്. ഈ ഒരു 3 പീസിൻ്റെ സെറ്റ് വന്നിരിക്കുന്നത്. ലാർജ് സൈസാണ്. കയ്യിൽ കിട്ടിയത് അടിപൊളി സംഭവമാണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. പക്ഷേ പെർഫെക്റ്റ് സൈസ്, ക്വാളിറ്റിയും നല്ലതാണ്. ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ നമുക്ക് സൈറ്റിൽ നമുക്ക് ആമസോണിൽ പിക്ചർ കാണിച്ചിരിക്കുന്നത് സെയിം പിക്ചർ പോലെയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് മാറ്റമുണ്ട്. ഈ ഒരു ടോപ്പ് പോർഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു നെക്കിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെയും അത്യാവശ്യം നന്നായി വർക്കൊക്കെ കാണുന്നുണ്ട് ഫോട്ടോയിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ സാറ്റിസ്ഫൈ ആണ്. അതിന് മോശം എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ദുപ്പട്ടയ്ക്കും മാറ്റമുണ്ട്. സൈഡിൽ ഇങ്ങനെ ഒരു
വ്യത്യസ്തമായിട്ട് കുറച്ച് തോന്നി, ഇതാകുമ്പോൾ വ്യത്യാസമായിട്ട് തോന്നി. പക്ഷേ ഓവറോൾ ഐ എം ഹാപ്പി. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. ഇത് നേരത്തെ കാണിച്ചത് 799 ആ ഒരു റേഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം മേടിച്ചതല്ലേ ഒക്കെ വേറെ വേറെ ആയിട്ടാവും കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും കിട്ടിയത് വെച്ചിട്ട് ഹാപ്പിയാണ്. ഇനി അടുത്തത് നമുക്ക് 3 പീസിൻ്റെ തന്നെ ബേബി പിങ്ക് ഷെയ്ഡിൽ. ബേബി പിങ്ക് എന്ത് രസമല്ല ഷെയ്ഡ്. അതിൽ ടോപ്പിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഗോസറിക്ക് ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഓർഗൻസർ ഡീറ്റെയിലിങ്, ഓർഗൻസർ തുണി വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഓവറോൾ പ്ലെയിൻ ആണ്. അടിയിലത്തെ പോർഷനിലും ഈ ഒരു ഓർഗൻസർ മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ. സ്ലീവ് വരുന്നത് 3/4 ആണ്. 3/4 സ്ലീവിലും എൻഡിലും ഇങ്ങനെ ഓർഗൻസർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് വരുന്നത് ലാർജ് സൈസാണ്. ലാർജ് ടൈറ്റാണ്. എനിക്കിത് ഇട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇത് നോർമലി ഗോസറിക്ക് ബ്രാൻഡിൻ്റെ ഒക്കെ ലാർജ് സൈസൊക്കെ എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് പാകമാവുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ 1 സൈസ് അപ്പ് മേടിക്കേണ്ടി വരും, XL സൈസ് മേടിക്കേണ്ടി വരും. എക്സ്ചേഞ്ചിന് കൊടുത്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നെക്കിൻ്റെ പോർഷൻ. ആ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്നുള്ളത്. എന്തായാലും മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്, തുണിയൊന്നും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ ഇന്നർ ഇടേണ്ടി വരും. കാരണം ഇതിൽ ഇന്നർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും ഇതിൽ മസ്റ്റായിട്ട് ഇടേണ്ടി വരും. ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാൻറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. ഓവറോൾ എലാസ്റ്റിക്കാണ് വേസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പലാസോ ടൈപ്പാണ്. അടിയിലത്തെ പോർഷനിലാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഇട്ട് കാണിച്ചാൽ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. പാൻറ്റിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കട്ടിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ എന്ന് പറയുമ്പോൾ വർക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ആ ഒരു ഈ ഓർഗൻസ മെറ്റീരിയലിൽ തന്നെ ഫുൾ ത്രെഡിൻ്റെ വർക്കായിട്ടുള്ള ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇടാൻ പറ്റിയില്ല, ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. എന്താ ചെയ്യുക, ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ശരിയാവുന്നില്ല. ഓവറോൾ അടിപൊളിയാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ വൈസ് കോട്ടൺ ബ്ലെൻഡ് ഒരുവിധം ഗോസറിക്ക് ബ്രാൻഡിൻ്റെ, അല്ലെങ്കിൽ അന്നി ഡിസൈനറും അതുപോലെ ഗോസറിക്ക് ബ്രാൻഡ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അവർ ഒരുവിധം മിക്കതും ഈ കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ തന്നെയാണ്. തെറ്റാറൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ്. പ്ലെയിൻ ദുപ്പട്ട നല്ല വലുപ്പത്തിലുണ്ട്. സൈഡിൽ ഇങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രൂ സൈസ് അല്ല, 1 സൈസ് ബിഗ് മേടിക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു കുർത്തിക്ക് മേടിക്കുകയാണെങ്കിൽ തന്നെ കേട്ടോ ട്രൂ സൈസ് പോരാണ്ട് വരും. ഇത് സാധാരണ ഇങ്ങനെ പറ്റാറില്ല ഗോസറിക്ക് ബ്രാൻഡിൻ്റെ. ഇതെന്താ പറ്റിയാവും ഇങ്ങനെ ഒരു സൈസിൻ്റെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ. പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മേടിച്ച എല്ലാത്തിൻ്റെയും പിക്ചർ വിത്ത് പ്രൈസ്, ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണ് നടക്കുന്നത് വെച്ചാൽ അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് വേണമെന്ന് വെച്ചാൽ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കുത്തിയാൽ മതി. പിന്നെ ആമസോണിലെന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല നല്ല പുതിയ വെറൈറ്റി പുതിയ ഡിസൈൻസൊക്കെ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ ഇട്ടപ്പോൾ എന്താ പുതിയ ട്രെൻഡി കളക്ഷൻസ്, അത് ഇപ്പോൾ ലേറ്റസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും വെറൈറ്റികൾ ഇഷ്ടം പോലെ, എത്രയോ സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പർച്ചേസ് ചെയ്യാനും. ഇനി അടുത്തത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ടീൽ കളറിൽ ടോപ്പ് വരുന്നത് ഒരു രാമ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അതിൽ ഓവറോൾ ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നെക്കിൻ്റെ വർക്ക് അല്ലേ. അതുപോലെ അടിയിലും അത്യാവശ്യം ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ത്രെഡിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീൽ കളറിൻ്റെ ഇതിൽ 3/4 ആണ് സ്ലീവ് വരുന്നത്. 3/4 വേണമെങ്കിൽ പറയാം. അതിൻ്റെ എൻ്റെ പക്ഷേ കാരണം ഇത് ഇട്ടപ്പോൾ ഓർമ്മയില്ല ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്.
വെച്ച് നോക്കാമല്ലോ എന്തിനാണോ കറക്റ്റ് ഞാൻ ഈ ഇട്ടതിൻ്റെ അത്രയ്ക്കുണ്ട്. ഇതിൽ ത്രെഡിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഞാൻ മേടിച്ച സൈസ് ലാർജാണ്. ലാർജ് കുറച്ച് ടൈറ്റാണ്. നമുക്ക് ഒരു 1 സൈസ് ബിഗ് മേടിക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ നോർമലി എക്സലിന് മേടിക്കാറ്. പക്ഷേ തടി കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ലാർജ് മേടിച്ചതാണ്. പണിപ്പാളി. അപ്പോൾ അങ്ങനെയാണ് ലാർജ് മേടിച്ചത്. ഇനിയിപ്പോൾ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്താൽ അത് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്താൽ അതല്ല എക്സലിലേക്ക് മേടിക്കണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത്. ഇതിൽ പാൻറ്റ് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയാനായിട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. അടിയിൽ ഇങ്ങനെ ചെറിയൊരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കയ്യിലേക്ക് കൊടുത്ത വർക്കിൻ്റെ ആ സെയിം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇല്ല കേട്ടോ, ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഇതാ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴൊക്കെ കറക്റ്റ് പാകമാണ്. പിന്നെ ഇത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ സ്ട്രിങ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ പറയണത് ഈ ഹിപ്പിൻ്റെ പോർഷനൊക്കെ ഉള്ളത്, എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹിപ്പിൻ്റെ പോർഷനൊക്കെ ആണെങ്കിൽ ആ ഭാഗം കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ വയറ് ചാടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനും ഇതിനൊക്കെ. അപ്പോൾ 1 സൈസ് അപ്പ് മേടിക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട നാസ്മിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. ഇതാ അപ്പോൾ ഇതും തമ്മിൽ എന്താ മാച്ചിങ് അല്ലേ? മാച്ചിങ് ഉണ്ട്. ഞാനും ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇതെന്തത് രണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് മനസ്സിലായതാ ഇതിൻ്റെ യോക്കിൽ വരുന്ന ആ ഒരു ത്രെഡ് വർക്കില്ലേ, ആ ഒരു ത്രെഡ് വർക്കിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. ഓവറോൾ ലുക്ക് ഇതാണ് വരുന്നത് കേട്ടോ. നല്ല ലുക്ക്. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ പിന്നെ ഇട്ട് വന്നപ്പോൾ യൂസ്ഡായി. അപ്പോൾ ഇതാണ് 3 പീസിൻ്റെ ഒരു സെറ്റ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് 799. ആ ഒരു റേറ്റാണ് ഞാൻ മേടിച്ചപ്പോൾ വന്നിട്ടുള്ള റേറ്റ്. ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് നോക്കേണ്ടി വരും. അത് നോക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തോ നിങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ഒരു പാർട്ടി വെയർ കളക്ഷൻ. പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഒരു കുർത്തിയാണ് കേട്ടോ. നേരത്തെ നമ്മൾ 3 പീസ് കണ്ടു, 2 പീസ് കണ്ടു. ഇനി ഒരു സിംഗിൾ കുർത്തി ആയിക്കോട്ടെ. എന്താ ചന്തേരി മെറ്റീരിയൽ, ചന്തേരി സിൽക്ക് മെറ്റീരിയലിൽ ഓവറോൾ ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതിൽ ഫുൾ ബൂട്ട വർക്കാണ് കേട്ടോ. ഫുൾ ഈ സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഓവറോൾ വന്നിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ഫുൾ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ. പിന്നെ ഇതിൽ ചന്തേരി സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വരുന്നതും ഒരു സാറ്റൺ ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സാറ്റൺ അല്ലത്, ഒരു സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ കുർത്തിയാണ്. അതിന് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് വരുന്നത് 799 ആ ഒരു റേഞ്ചിനാണ് ഞാൻ മേടിച്ചത് ഒരു സിംഗിൾ കുർത്തി. കാരണം ഇത് ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ്, പോരാത്തിന് പാർട്ടി വെയർ ആണ്. അപ്പോൾ അതായിരിക്കും ഇത്ര റേറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പെയർ ചെയ്യാനായിട്ട് പാൻറ്റ് വേണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പാൻറ്റ് വെച്ചിട്ടാണ് പെയർ ചെയ്തത് കേട്ടോ. ഇതായി ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ജെന്നിഫർ ബ്രാൻഡിൻ്റെ ആണ്. ജെന്നിഫർ ബ്രാൻഡിൻ്റെ ഒരു ട്രൗസർ മോഡലാണ് കേട്ടോ ഈ പാൻറ്റ് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കളർ ഫെയ്ഡല്ല, ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്, ഒരു ലൈറ്റ് ഒരു ഗോൾഡിൻ്റെ ആ ഒരു ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നടുക്കിലത്തെ പോർഷനിലാണ് എലാസ്റ്റിക് വന്നിരിക്കുന്നത്. ഇതിൽ 2 സൈഡും രണ്ട് സൈഡ് ഇല്ല കേട്ടോ. 1 സൈഡ് പോക്കറ്റ് അല്ല, 1 സൈഡും ഇല്ല, 2 സൈഡും പോക്കറ്റ് ഇല്ല കേട്ടോ. അത്യാവശ്യം ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പോക്കറ്റിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല. പിന്നെ സൈഡിലാണ് ഇതിൻ്റെ സിബ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ സൈഡിലാണ് ഇതിൻ്റെ ഹിഡൻ സിബ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്ക് വിഡ്ത്ത് വരുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ഒരു കട്ട്. ഇതൊക്കെ ശരിക്കും നമുക്ക് ചുരിദാറിൻ്റെ അടിയിലിടാം, അതുപോലെ ഇതിൻ്റെ കൂടെ ടീഷർട്ട് ഇട്ടിട്ട് പുറത്തേക്ക് പോകാം. എങ്ങനെ വേണമെങ്കിൽ ട്രൗസർ മോഡലാണല്ലോ. ഇതിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ നോർമലി ഈ ബ്ലാക്ക്, വൈറ്റ്, ബേജ് കളർ, ഗോൾഡൻ അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെയാണ് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലും എല്ലാം കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. റേറ്റ് അറിയണമെങ്കിൽ ചെക്ക് ചെയ്യൂ ഡിസ്ക്രിപ്ഷൻ. പിന്നെ വരുന്നത് ഒരു സിംഗിൾ കുർത്തി, അനാർക്കലി കുർത്തിയാണ്, ജോർജറ്റ് മെറ്റീരിയൽ. ഇന്ന് കാണിച്ചിരിക്കുന്നത് മൊത്തം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സിംഗിളായിട്ടുള്ള ഒരു അനാർക്കലി ജോർജറ്റ് മെറ്റീരിയലിലുള്ള
ഒരു കുർത്തിയാണ് വരുന്നത്. അനാർക്കലി സ്റ്റൈലിൽ മോഡലിൽ പ്ലെയിൻ ആണ്. ഓവറോൾ ഒരു വർക്കും ഇല്ല. വൈൻ ഷെയ്ഡിലാണ്. റൗണ്ട് നെക്കാണ് വരുന്നത്. ഫുൾ സ്ലീവാണ് കേട്ടോ. പിന്നെ ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർ വരുന്നുണ്ട്. ഉള്ളിൽ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. എന്താ ലൈനിങ്ങും വരുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ എക്സൽ ആണ്. എക്സൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാണ്. ഇതിപ്പോൾ ഇത്തിരി നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഞാനത് കറക്റ്റ് ആക്കി മേടിക്കാണ്ട് ഇനി ഞാൻ ലാർജ് സൈസ് മേടിക്കാം. ലാർജ് ആണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയേനെ. ഇത് ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നടക്കാമല്ലോ. ഇത് അത്യാവശ്യം ഫുൾ ലെങ്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നല്ലൊരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ആയി. ഇനി അങ്ങനെയും വേണ്ട, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്ലെയിൻ മേടിച്ചിട്ട് ഇതിൽ നെക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കാൻ പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയം ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു പാർട്ടി വെയർ ലുക്കായി കേട്ടോ. അധികം റേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇതിനും ഒരു 700 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മുടെ ഇഷ്ടപ്പെട്ട ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഉള്ള ഓപ്ഷൻസും ഉണ്ട്. പ്ലെയിനൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഗുണം അതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ചെയ്യണേക്കാളും മുന്നേ താഴത്ത് ഇതാ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. ചെയ്യാത്തവരാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ കുത്തിയേക്ക്. ഫ്രീ ആണ്, ഒരു 10 പൈസ കൊടുക്കണ്ട. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.